അതിരാവിലെ തന്നെ ബാങ്കോക്ക് എയർപോർട്ടിൽ ഒന്ന് ഇറങ്ങി. അതാണ് എയർപോർട്ടിൽ നിന്ന് ഒരു മെട്രോ പിടിച്ചു. നേരെ മക്കാസിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് ഇറങ്ങേണ്ടത്. മെട്രോയിൽ കയറി. ശരിക്കും ഒരു കോൺഫിഡൻ്റ് ഉള്ള യാത്രയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ബാങ്കോക്കിൽ വരണമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ടെൻഷനൊന്നും തോന്നിയില്ല. ശരിക്കും നമ്മുടെ വീട്ടിൽ പോകണത്തെ ഒരു പ്രതീതി തന്നെയായിരുന്നു. ബാങ്കോക്കിൽ ഇറങ്ങിയപ്പോഴും അവിടെയുള്ള അറ്റ്മോസ്ഫിയറും ആൾക്കാർ നല്ല സ്മൈലിങ് ഫേസ് ആയിരുന്നു. എല്ലാവർക്കും എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ബാങ്കോക്ക് എയർപോർട്ട് അല്ലെങ്കിൽ മെട്രോ നേരെ നമ്മുടെ മക്കാസിനയിൽ ഇറങ്ങി. അവിടെ നിന്ന് അടുത്തതായിട്ട് ടാക്സി പിടിച്ചിട്ട് നമ്മുടെ ഹോട്ടൽ വരെ പോകണം. അപ്പോൾ ചെറുതായിട്ട് മാച്ചാട്ടിലുണ്ടായിരുന്നു. എല്ലാവരും ടാക്സി കിട്ടാൻ ഇത്തിരി പാടാന്ന് പറഞ്ഞു. കൗണ്ടറിലുള്ള അടിയിലെത്തി. ശരിക്കും നമ്മുടെ ഒരു ബോംബെയിലൊക്കെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ നാട്ടിലെ പെട്ടെന്ന് ബോംബെ ഓർമ്മ. അവിടെ നിന്ന് അടിയിലെത്തൊരു 2 വീലർ ടാക്സിക്കാരനെ പിടിച്ചു. ബാർഗെയിൻ ചെയ്തു. അവസാനം ആൾ പറഞ്ഞ പൈസയ്ക്ക് അധികം കാശൊന്നുമില്ല. 60 ബാത്ത് 6 ദറംസ് ഹോട്ടലിൽ കൊണ്ടുവിടാന്നാക്കി 2 വീലറിൻ്റെ പിന്നിൽ. ശരിക്കും നമ്മളൊരു ഹോട്ടലിലവിടെ എത്തി. ഞങ്ങളെ തായ്ലൻഡ് യാത്ര ആരംഭിക്കുകയാണ്. ഇന്നലെ വന്ന് ഫുള്ള് കിടന്നുറങ്ങായിരുന്നു. ലോണ്ടറി കൊടുക്കാണ്ടായിരുന്നു മൂപ്പർക്ക്. അപ്പോൾ ലോണ്ടറി കൊടുക്കാനുള്ള യാത്രയിലാണ്. തായ്ലൻഡിൻ്റെ പ്രസിദ്ധമായ നാന സ്ട്രീറ്റിലേക്കാണ് പോണത്. അപ്പോൾ മെയിനായിട്ട് ക്ലബ്ബുകളും ബാറ് ക്ലബ്ബ് ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. ഞാൻ ജസ്റ്റ് വന്നൊരു ഇത് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒന്ന് കറങ്ങി നടക്കുക. അപ്പോൾ ഒരു ലോണ്ടറി കടയും തപ്പി പോകണമെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നടക്കുകയാണ്. നാന പ്ലാസ കോവിഡിന് മുന്നേ വളരെ ആക്റ്റീവായ സ്ഥലങ്ങളായിരുന്നു. കോവിഡിന് ശേഷം ഇപ്പോൾ അങ്ങനെ സെറ്റായി വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ചെറിയ ബാറുകൾ, പിന്നെ ഒരു ഓട്ടോറിക്ഷ പോലത്തെ ടാക്സി അവിടെ ഉണ്ടായിരുന്നു. ബാറിലിരുന്ന് കുറേ സായിപ്പന്മാരിരുന്ന് കള്ളുകുടിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമായിട്ടില്ല. എനിക്ക് മിഡിൽ ഫിംഗർ കാണിച്ചു തരുന്നുണ്ട് അവരവിടെ ഇരുന്നിട്ട്. ചെറിയ ഒരു ബുദ്ധൻ്റെ അമ്പലം, തട്ടുകട നമ്മുടെ ഫേവറേറ്റാണ്. ജസ്റ്റ് ഇതിൻ്റെ ഒരു വ്യൂ ആണ് കാണിച്ചു തരുന്നത്. വന്ന് കയറിയപ്പോഴുള്ള ഒരു എന്താ പറയുക, ഒരു സന്തോഷം. പ്രാർത്ഥനയോടുകൂടി ഒരു ദിവസത്തെ ബിസിനസ് ആരംഭം. എല്ലാവരും പുറത്തുനിന്ന് പ്രാർത്ഥിക്കണം. ഒരു ലോണ്ടറി തപ്പി പോയതാണ്. ലോണ്ടറിയിൽ പോയി കുറച്ച് ലോണ്ടറി കൊടുക്കണ്ടായിരുന്നു.
അവിടെയുള്ള തായ്ലൻഡ് നന്നായി 1.5 കിലോ ഉണ്ടായിരുന്നു നോക്കുന്നത് റീസണായി തരാമെന്ന് പറഞ്ഞു. വഴിയിൽ നിന്നിട്ട് കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കാമെന്ന് വെച്ചു. ഫ്രൂട്ട്സ് വളരെ ചീപ്പായിട്ട് തോന്നി അവിടെ. തണ്ണിമത്തനും കുറച്ച് മാങ്ങയും വാങ്ങി. നൈറ്റിൽ തായ്ലൻഡിൻ്റെ ആസ്ഥാന വാഹനമായ ടുക് ടുക്കിൽ ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു. രാത്രി നൈറ്റ് ലൈഫിലേക്ക് ഇങ്ങനെ കടക്കുകയാണ്.
തിരുവോരങ്ങളിൽ ഭക്ഷണ വൈവിധ്യത്തോടൊപ്പം തന്നെ മ്യൂസിക് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പൈസ അവിടെ ഇട്ട് കൊടുക്കാം. ഭക്ഷണം ആണെങ്കിൽ ഇവിടെ വന്ന് നോക്കണം, എന്തോരം തരം വെറൈറ്റീസ് ആണുള്ളതെന്നറിയോ. ഒന്നും കണ്ടിട്ട് മനസ്സിലാവണമില്ല. അതെല്ലാത്തിനും പുൽച്ചാടി തൊട്ട് നമ്മുടെ ചീവീട് വരെയുണ്ട് അവരടുത്ത്. തിരക്ക് കൂടി കൂടി വരാൻ തോന്നുന്നു. അങ്ങോട്ട് സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന തോറും തിരക്കോട് തിരക്കാണ്. എന്നാലൊരു പേടി തോന്നുന്നില്ല കേട്ടോ. മൊബൈലും പിടിച്ച് നടക്കണമെങ്കിൽ ബാക്കിയുള്ള ഒരു രാജ്യത്ത് പോയാലും എനിക്കൊരു ടെൻഷൻ വരാറുണ്ട്, ആരെങ്കിലും തട്ടിപ്പിടിച്ച് ഓടി കൊണ്ടുപോകും. ഇവിടെ എനിക്ക് എന്താണെന്ന് അങ്ങനെ തോന്നില്ല. ഭയങ്കര കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്ന ഒരു രാജ്യമാണ്. നല്ലപോലെ നമ്മൾ കംഫർട്ടബിൾ ആണ് അവിടെ. ഇവിടെ നിന്ന് മാറുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് ഇവിടെ നിന്ന് ഇനി അടുത്ത് മൂവ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം അതൊക്കെ സ്ഥലം കാലിയാക്കാണ്. ആ ഒരു നൈറ്റിൻ്റെ വൈബ് അറിയണമെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. എന്താണ് അവിടെ ഉള്ള നൈറ്റ് ലൈഫ് എന്ന് അറിയണമെങ്കിൽ നമുക്കതൊരു വീഡിയോയിൽ കാണിച്ചാലും മുതലാവില്ല. നിങ്ങളവിടെ ഒരിക്കലും പോവുക, അത്രയേ ഉള്ളൂ.